പ്രധാനമായിട്ട് ഞാനിപ്പോൾ അങ്ങടുത്ത സമയത്ത് കുംഭമേളയൊക്കെ പോയിരുന്നു. അതെ. അപ്പോൾ കുംഭമേള ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചില ചാനലുകാരൊക്കെ കുംഭമേള അവസാനിക്കാറായ സമയത്താണ് കുംഭമേളയെക്കുറിച്ചുള്ള ചർച്ചയുള്ളത്. പക്ഷേ കുംഭമേളയുടെ ചില സവിശേഷതകളുണ്ട്. അതിനകത്ത് സാധാരണ ഇപ്പോൾ നമ്മളൊരു ക്ഷേത്ര ദർശനത്തിലേക്ക് പോകുമ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ പോകും. ഇതിൽ അങ്ങനെ ഒരു പ്രത്യേകതയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടുത്തെ ഒരു പ്രത്യേകത വാസ്തവത്തിൽ എന്താണ് കുംഭമേളയുടെ? അത് ഒരു ദാർശനികമായിട്ടുള്ള തലത്തിലാണോ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലാണോ, അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്റ്റിലാണോ? എങ്ങനെയാണ് വാസ്തവത്തിൽ അങ്ങ് കുംഭമേളയെ ദർശിച്ചത്? ഏത് തരത്തിലാണത് ഒന്ന് പറയാൻ ഞാൻ നന്നായിരുന്നു. വളരെ ചോദ്യം വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ് അനുഭവം എന്ന് പറയുന്നത്. ഇത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അനുഭവം ഒരു വ്യക്തിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഇപ്പോൾ ഒരു ദിവസം 10 കോടി ജനങ്ങൾ വന്നു കഴിഞ്ഞാലും ഓരോ വ്യക്തിയായിരിക്കും അത് അനുഭവിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുംഭമേള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 3-4 ഘടകങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. ഒന്ന്, ഗണിതശാസ്ത്രത്തിൻ്റെ അതിസൂക്ഷ്മതയിൽ ഗ്രഹങ്ങളുടെ നില 12 വർഷം കൂടുമ്പോൾ എവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയ ആ ഒരു ബൗദ്ധിക തലം. അതേപോലെ 146 വർഷം കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങൾ എങ്ങനെ വരുന്നു, ഇത് ഈ ഒരു അറിവ് എങ്ങനെ അന്നൊരു ഒരു ഉപകരണത്തിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒന്നുമില്ലാതെ മനുഷ്യൻ കണ്ടെത്തിയതാണ്. അതെ, അത് മനുഷ്യൻ്റെ ആ ഒരു ശേഷിയുടെ പൊട്ടൻഷ്യാലിറ്റിയാണ്. അപ്പോൾ അത് ഒരു പ്രപഞ്ച ഘടനയെക്കുറിച്ചിട്ടുള്ള പൂർണ്ണ ബോധത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ആത്യന്തികമായ ഒരു സത്യം എന്താണെന്നുള്ള കണ്ടെത്തൽ നിന്നുമാണ് ഈ ഒരു അറിവ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഗ്രഹങ്ങൾ ഈ ഒരേ അവസ്ഥയിൽ വരുന്നു എന്നുള്ളതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉപകരണ സംവിധാനങ്ങളോട് പരിശോധിച്ച് നോക്കിയാൽ അത് കറക്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തത, ഈ ഒരു സൂക്ഷ്മത എങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധിച്ചു, ആ അറിവ് അവിടെ നിൽക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഈ വരുന്ന ഓരോ വ്യക്തിയും അവിടെ മുങ്ങാൻ വരുന്നത്, സാധാരണ നമ്മുടെ ഇവിടെ കേരളത്തിലെ ആൾക്കാർ ക്ഷേത്രത്തിൽ പോകുന്നത് ഒന്നുകിൽ പരീക്ഷ പാസ്സാവാൻ, അല്ലെങ്കിൽ മകനും ജോലി മകനോ അർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ മകളുടെ കല്യാണം, അതല്ലെങ്കിൽ അയൽക്കാരൻ്റെ കുടുംബം നശിച്ചു പോകാൻ, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇവിടെ കേരളത്തിലെ ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. പക്ഷെ അവിടെ ഈ മുങ്ങാൻ വരുന്ന ഒരൊറ്റ വ്യക്തിയും അത്തരം മാനസികാവസ്ഥയിലല്ല വരുന്നത്. അവർക്ക് ത്രിവേണി സംഗമത്തിൽ ആ ഒരു ഹോളി ഡിപ്പ് എടുക്കുക എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് അതിന് ഏത് ത്യാഗം സഹിക്കാനും. അതിൽ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് ഈ തീവണ്ടികളിൽ ഇടിച്ചു കയറി വരുന്ന ഒരു ത്യാഗമാണ് അവിടെ നമ്മൾ കാണുന്ന സാധനം. അപ്പോൾ അവിടെ വന്ന് മുങ്ങുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. യാതൊരു ഒരു പിന്നെ എന്താ പറയുക, നേർച്ച കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, അവിടെ വരിക, മുങ്ങുക, പോവുക. അവിടെ ഭണ്ഡാരങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അവർ നയിക്കുന്ന സംഗതി മോക്ഷം എന്നുള്ള സാധനമാണ്. എന്താണ് മോക്ഷം എന്ന് വെച്ചാൽ ലിബറേഷൻ, അതായത് സ്വാതന്ത്ര്യം, ഇത്രയേ ഉള്ളൂ. എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് സ്നാനത്തിൻ്റെ പേര് അമൃത സ്നാനം എന്നാണ്. അമൃത സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതത്തിൻ്റെ മുമ്പിൽ ആ എന്നൊരക്ഷരമുണ്ട്. അപ്പം 2 അവസ്ഥകളുണ്ട്, മൃതവും അമൃതവും ഉണ്ട്. അപ്പം നമ്മൾ മനുഷ്യർ മൃതവും അമൃതവും ചേർന്ന സംഗതിയാണ്, അല്ലേ? അപ്പം ഈ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനകത്ത് നിന്ന് വന്ന സാധനമാണ്. നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്നെ പേര് വിളിക്കത്തില്ല, എൻ്റെ ബോഡി, എൻ്റെ ശരീരം എന്ന് പറയത്തുള്ളൂ. അപ്പം ഞാൻ മരിക്കുന്നില്ല. അപ്പോൾ അമൃതമായ ഒരു ഘടകം എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ ശക്തി മുഴുവൻ, നമ്മളുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി മുഴുവൻ പുറത്തേക്ക് വരിക. അപ്പോൾ അവിടെ ഇത്രയും വലിയ ഉദാത്തമായ ശാസ്ത്രീയമായ അറിവ് മോളിൽ നിർത്തിക്കൊണ്ട് ഒരു മനോഹരമായ കഥയിലൂടെയാണിത് പറയുന്നത്. അതായത് പാലാഴി മഥനം. അപ്പോൾ പാലാഴി മഥനത്തിനകത്ത് അസുരന്മാരും ദേവന്മാരും കൂടെയാണ് മതിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ, അതായത് ഇത്രയും സൂക്ഷ്മമായ ശാസ്ത്രീയ അറിവിനെ മുകളിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ ഒരു ഐതിഹ്യത്തെ താഴെ കൊണ്ടുവരികയും മോക്ഷത്തിന് വേണ്ടി ഇത് മുങ്ങണമെന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ ലിബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ്? സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ അറിവ് നേടണം. ആ അറിവിൽ നിന്നാണ് ഈ ഗ്രഹങ്ങളുടെ നിലയും പ്രപഞ്ചഘടനയും ആത്യന്തിക സത്യവുമായി കണ്ടെത്തിയത്. ആ സത്യത്തെ പ്രാപിക്കാതെ നിനക്ക് അറിവ് കിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഗണേശോത്സവം നടക്കുമ്പോഴും അതേപോലെ തന്നെ ബംഗാളിൽ ദുർഗാപൂജയൊക്കെ നടത്തുമ്പോൾ ഈ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി കടലിലെറിയുന്ന ഒരു പരിപാടിയുണ്ട്, നിമജ്ജനം ചെയ്യും. അത് എറിയുന്നവർക്കും അറിയില്ല, കണ്ടു നിൽക്കുന്നവർക്കും അറിയില്ല, നമ്മുടെ മാധ്യമ ലോകത്തിനും ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ്? ഈ ദൈവങ്ങളുടെ ഗണപതിയൊക്കെ വല്ലാണ്ട് പൂജിക്കുന്ന മനുഷ്യരാണ്, അതുകൊണ്ട് എറിയുകയാണ് ചെയ്യുന്നത്. അത് എറിയുന്ന വെച്ചാൽ ദൈവങ്ങൾ പോലും ഒരു മൂർത്തമായ രൂപമാണ്, മാറ്ററാണ്, വസ്തുവാണ്.
ഈ മാറ്ററായിട്ടുള്ള സംഗതികളെല്ലാം നശ്വരമാണ് എന്ന് അടിച്ചുറപ്പിച്ച് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നിമജ്ജനം കൊണ്ടുപോയി. മനസ്സിലായില്ലേ? അപ്പൊ അത് മണ്ണാന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മണ്ണാണ്. കുംഭം എന്ന് പറഞ്ഞാൽ കുടം എന്നുള്ള അർത്ഥമാണ്. കുടമാണ്. മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളനം, ഇന്റഗ്രേഷൻ, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ നശ്വരമായ സംഗതിയെ ഈ നിമജ്ജനം ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് കുടമാണെങ്കിൽ വെള്ളമാണ് ഇരിക്കുന്നത്. ഈ വെള്ളം ഗംഗയിലെ വെള്ളവുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻ്റഗ്രേഷൻ, മേളനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ മേളനം സമുദ്രത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗയും യമുനയും, ത്രിവേണിയും നോക്കിയാൽ അറിയാം, സരസ്വതിയും, വെളുത്ത് ഇങ്ങനെ വരുന്ന ഗംഗ, കറുത്ത് വരുന്ന യമുന. അതായത് വെളുപ്പും കറുപ്പും, പുരുഷനും പ്രകൃതിയും, വെളുപ്പ് പുരുഷനും കറുപ്പ് പ്രകൃതിയും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് പിന്നീട് ഗംഗയായിട്ടാണ് ഒഴുകുന്നത്. അതായത് മാറ്ററിനെ മുഴുവൻ സ്ത്രീയായിട്ടാണ് കാണുന്നത്. അപ്പം അതിനടിയിലൂടെ ത്രിവേണി വരാൻ പ്രകൃതി സങ്കല്പം കൂടിയാണ്. പ്രകൃതിയും പുരുഷനും എന്നുള്ള സങ്കല്പമാണ്. പിന്നീട് ഇതിൽ പുരുഷനും പ്രകൃതിക്കകത്ത് അന്തർലീനമാണ്. പുരുഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽപ്പില്ല. അവിടെയാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീ അനങ്ങാൻ പോലും പറ്റത്തില്ല പുരുഷന്, സ്ത്രീ ഇല്ല എന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അത് ഗംഗയായിട്ട് ഒഴുകുന്ന സംഗതി. പിന്നീട് ത്രിവേണിയാവുന്നത് സരസ്വതി അടിയിലൂടെ വരുമ്പോഴാണ്. ഈ സരസ്വതി അടിയിലൂടെ ഒന്ന് ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ സരസ്വതി എന്ന് പറയുന്നത് വിദ്യയാണ്, അറിവാണ്. ഈ അറിവ് നേടിയവന് മാത്രമേ ഈ സത്യത്തെ അറിയാൻ പറ്റത്തുള്ളൂ. വല്ലാത്തവരോട് കുളിക്കണ്ടെന്നുള്ളത് ശരിയാണ്. അത് സൗകര്യം പോലെ ഈ അറിവിനോട് വിശ്വാസമില്ലാത്ത ആളുകൾ അവിടെ കയറി മുങ്ങാതിരിക്കുക, ഞാൻ മുങ്ങില്ല എന്നൊക്കെ പറഞ്ഞാലേ അത് ചൊറിയൊന്നുകൊണ്ട് മാത്രമായിരിക്കില്ല, ഈ വിജ്ഞാനത്തോടുള്ള താല്പര്യക്കുറവുണ്ടെങ്കിലും മുങ്ങാതിരിക്കാം. അവിടെയാണ് അത് അവരുടെ താല്പര്യമാണ്, അതും താല്പര്യമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വിശ്വാസിയില്ല, അവിശ്വാസിയില്ല, വിദേശിയില്ല, സ്വദേശിയില്ല, പട്ടിയില്ല, പൂച്ചയില്ല, ഒന്നുമില്ല. അപ്പൊ യാതൊരു വ്യത്യാസമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവർക്ക് മുങ്ങാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ പോയി അവരോട് ചെയ്യുന്നൊരു ബഹുമാനമില്ലായ്മ തീർച്ചയായും ഒരു അനീതിയാണത്. ഇപ്പം നമ്മൾക്ക് വിശ്വാസം, നമുക്ക് ബോധ്യമില്ലാത്തൊരു സാധനം നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ബഹുമാനമില്ല എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ളവരോടെ പോയി മുങ്ങരുത്. ചിലപ്പോൾ അതിനകത്ത് അഴുക്കുണ്ടാവാം, പക്ഷേ എക്സ്പീരിയൻസ്, അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ അഴുക്കുണ്ടായി സ്വാഭാവികമായിട്ടും ഗംഗയിലൊക്കെ ഇത്രയും കോടി ജനങ്ങൾ മുങ്ങുമ്പോൾ അവരുടേതായിട്ടുള്ള ജൈവ സംഗതികളൊക്കെ ഉണ്ടാവും, അഴുക്കാൽ എന്തെല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത് നമ്മൾ പക്ഷേ ആ മുങ്ങുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒന്ന് കുളിച്ചാൽ മതി. അല്ലേ? അല്ല, ഇന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ അഴുക്ക് അവിടെ നിന്ന് ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലേ? അങ്ങനെയല്ലേ? ഇഷ്ടം പോലെയാണ്, വലിയ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കോളിഫോം ഇല്ലാത്ത കുടിവെള്ളമുണ്ട്. കോളിഫോം ഇല്ലാത്ത നമ്മൾ മുട്ടിന് വീട് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ സെപ്റ്റിക് ടാങ്ക് ആണെന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും. ഒരു സംശയമില്ല കാര്യത്തില്, അല്ലേ? കേരളത്തിൽ 3 സെന്റ് സ്ഥലത്തിനകത്തൊരു വീടാണ്, അതിനകത്ത് തന്നെ 2 നില കെട്ടിടം 3 നില കെട്ടിടമുണ്ട്. ഇപ്പൊ ഇത് തന്നെ എടുത്ത ഈ ബിൽഡിംഗ് തന്നെ എടുത്താലേ 3 നില കെട്ടിടമാണ്. ഈ 3 നില കെട്ടിടത്തിനകത്ത് 6 8 ടോയ്ലറ്റ്സ് ഉണ്ട്. അത്ര വലിയ ടാങ്കുകളും സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ എല്ലാ വീട്ടിലും ഇതിനൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് അനുഭവത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒന്ന് മുങ്ങി എഴുന്നേറ്റ് നമ്മൾ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഈ അനുഭവങ്ങൾ നമ്മളുടെ ബോധമണ്ഡലത്തിലല്ല നിൽക്കുന്നത്, അത് നമ്മളുടെ അബോധമണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഈ അബോധമണ്ഡലത്തിൽ പ്രവേശിക്കുന്ന ഈ അനുഭവമാണ് ബോധമനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത്. അത് നമ്മളെ ആ അനുഭവത്തിലേക്കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ കുംഭമേള ഇത് ആര് തുടങ്ങി, എന്ന് തുടങ്ങി, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംഗതിയാണ്. എത്രയോ അധിനിവേശങ്ങൾ കടന്നുപോയി. ഈ കുംഭമേള നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ദർശനത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ ഒരു ഉപനിഷത്തിൻ്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. അത് ആ ബൃഹദാരണ്യ ഉപനിഷത്ത് വായിക്കുമ്പോൾ, അതായത് പിന്നെ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവണമെന്നുണ്ടോ? അത് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിനാണ് പറയുന്നത്, ഈ അറിവ് നേടാനായിട്ട് 3 വഴികൾ പറയുന്നുണ്ട്. ഒന്ന് ശ്രവണം, അതായത് പഠിക്കുക. ചിലപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുക, എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. ഈ പഠിച്ചു കഴിഞ്ഞ സംഗതികളെ മനനം ചെയ്യണം. അതായത് ശ്രവണം, മനനം. അത് നന്നായിട്ട് മനനം ചെയ്യുമ്പോഴാണ് നമ്മളുടേതായിട്ടുള്ള അനുഭൂതികളിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിധിധ്വാസനം എന്ന് പറയും, അതായത് എക്സ്പീരിയൻഷ്യൽ ലെവൽ. അപ്പോൾ ഈ ഒരു അറിവ്, ഈ ഗ്രഹങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ ആത്യന്തികമായ സത്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവ്, ഇതിൻ്റെയൊക്കെ അറിവ് നമ്മൾ മനനം ചെയ്ത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്, അനുഭവവേദ്യമാക്കണം. അനുഭവവേദ്യമാക്കുമ്പോഴാണ് ഈ ത്രിവേണി സംഗമം, ഈ സരസ്വതി
അതിൻ്റെ അടിയിൽ പോയി കുഴിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ നമ്മളുടെ ബോധത്തിൽ സരസ്വതി വരുന്നു. ആ ബോധത്തിൽ നമ്മളവിടെ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയിലാണ് വന്നത്. നമ്മൾ അവിടെ മുങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടെയാണ് നമ്മളിലുള്ള ആ അമൃതത്തിനെ നമ്മൾ കണ്ടത്. അല്ലാതെ ആ വെള്ളത്തിനകത്ത് അമൃതമൊന്നുമില്ല. ഞാനിപ്പോൾ തന്നെ രാവിലെ പങ്കെടുത്ത പരിപാടിയിൽ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിൽ നിന്ന് വന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകള് കുട്ടിയും കൂടി കൂട്ടിയിട്ട് നേരെ വീട്ടിൽ പോലും വന്നിട്ടില്ല. അവിടെ നേരെ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് നേരെ പ്രയാഗ്രാജിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതെ, അല്ല അത്രയും ധാരാളം പേര് വരുന്നുണ്ട്. അതെ അതെ. അതേപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം വന്ന് സ്റ്റഡി നടത്തിയത് എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അതിൽ 1-2 പേരോട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി. അപ്പോൾ അവർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസ് വെച്ചിട്ടൊക്കെയാണ് ഇത് സ്റ്റഡി നടത്തുന്നത്. അവസാനം അവരോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മാനേജ്മെൻറ്റ് വേറൊന്നുമില്ല, ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ഫോക്കസ്ഡ് ആണ്. അവരുടെ ഉദ്ദേശം ഇവിടെ വരിക, മുങ്ങുക. അവർ വരുന്നു, മുങ്ങുന്നു, പോകുന്നു. അതെ, അതാണ് അവർ ഫോക്കസ്ഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതാണ് അറിവിൻ്റെ ആവശ്യത്തിനും അത് തന്നെയാണ് ആവശ്യം. അപ്പം ഇത് ഒരു വ്യക്തിയെ ഈ ഒരു അറിവിലേക്ക്, വിശേഷിച്ച് ഇന്ന് നമ്മുടെ ഈ നിർമ്മിത ബുദ്ധി മുമ്പോട്ട് വരുന്ന സമയത്ത് നിർമ്മിത ബുദ്ധിയെ നമ്മുടെ കയ്യിൽ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഈ അറിവിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് പോകണം. നിർമ്മിത ബുദ്ധിയും നമ്മുടെ ബുദ്ധിയും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിക്ക് എക്സ്പീരിയൻസ് ഇല്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് എക്സ്പീരിയൻസിലേക്ക് പോകും. അതെ അതെ. അതുകൊണ്ട് അതിനൊരു വിവേചനാധികാരവും അതിന് കുറവായിരിക്കാം. അതല്ലെങ്കിൽ അസുരന്മാരായ നിർമ്മിത ബുദ്ധി എന്ന അസുരൻ മനുഷ്യനെന്ന സുരനെ ചിലപ്പോൾ കീഴടക്കിയിരിക്കും. ഏതായാലും വളരെ വളരെ സന്തോഷം ജ്യോതികോശി, ഈ ഒരു കുംഭമേളയെ സംബന്ധിക്കുന്ന ഇത്തരം ഒരു വിവരണങ്ങൾ ഞങ്ങൾ നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടിയിട്ടും കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടും അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.